ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡയാസ്റ്റിക് റെക്ടി, അതായത് അബ്ഡോമിനൽ സെപ്പറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതും ഡയാസ്റ്റിക് റെക്ടി ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 2 യോഗാസനങ്ങളുമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് ചെയ്തിട്ട് നിങ്ങളുടെ വയറ് കുറയുന്നില്ല, നിങ്ങൾ കുറേ ക്രഞ്ചസ് ചെയ്തു, അതുപോലെ പുഷപ്സ് ചെയ്തു, ഹിറ്റപ്പ് ഒക്കെ ചെയ്തിട്ടൊന്നും നിങ്ങളുടെ വയറ് കുറയുന്നില്ല വെച്ചിങ്ങനെ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലിരുന്നിട്ട് തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് ഡയാസ്റ്റിക് റെക്ടി ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുശേഷം ഈ ഒരു യോഗാസനങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡയാസ്റ്റിക് റെക്ടി ഉണ്ട് വെച്ചെങ്കിൽ അത് ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ അബ്ഡോമിനൽ സെപ്പറേഷൻ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു മാറ്റിൽ ഇതുപോലെ കിടക്കുക. എന്നിട്ട് നിങ്ങളുടെ കാലുകൾ മടക്കിയിട്ട് 90 ഡിഗ്രീസിൽ വെച്ചതിന് ശേഷം നിങ്ങളുടെ തലയൊന്ന് ഉയർത്തുക. ഒരു കൈ കൊണ്ട് തലയ്ക്ക് സപ്പോർട്ട് കൊടുക്കുക. ആ സമയത്ത് നമ്മുടെ കോർ മസിൽസ് ഒന്ന് ടൈറ്റൻ ചെയ്യണം. എന്നിട്ട് 4 ഫിംഗേഴ്സോ അല്ലെങ്കിൽ 3 ഫിംഗേഴ്സോ വെച്ചിട്ട് നമ്മുടെ ഏകദേശം നാവലിൻ്റെ താഴെയായിട്ട് പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വിരലുകൾ ഉള്ളിലോട്ട് പോകുന്നുണ്ട് വെച്ചെങ്കിൽ, അതായത് എത്ര വിരലുകളാണോ ഉള്ളിലോട്ട് പോകുന്നത് അത്രയും നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ എനിക്കൊരു 4 ഫിംഗർ ഗ്യാപ്പൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു യോഗാസനം അതുപോലെ എക്സസൈസും ഇതേ മെത്തേഡുള്ള എക്സസൈസുമാണ് ഫോളോ ചെയ്തിരുന്നത്. ഇപ്പോൾ എനിക്ക് 1 ഫിംഗർ ഗ്യാപ്പും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ഇഷ്യൂ എനിക്ക് മാറ്റി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡിലൂടെ ഫോളോ ചെയ്യുക. അതിനുശേഷം കാലുകൾ താഴെ വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഡയാസ്റ്റിക് റെക്ടിക്ക് നമ്മൾ ആദ്യം ചെയ്യുന്ന ആസനം സേതുബന്ധാസനമാണ്. അപ്പോൾ ഈ സേതുബന്ധാസനം അതിൻ്റെ അഡ്വാൻസ്ഡ് ലെവലിലൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെവൽ മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഒരു മാറ്റിൽ കിടന്നതിന് ശേഷം കാലുകൾ മടക്കി 90 ഡിഗ്രീസിൽ വയ്ക്കുക. അപ്പോൾ അതുപോലെ നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ ബട്ടക്സിൻ്റെ അടുത്തായിട്ട് ഇതുപോലെ പതിച്ചു വയ്ക്കുക. എന്നിട്ട് ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ഇതുപോലെ നിങ്ങളുടെ ബട്ടക്സ് അതുപോലെ ഏരിയാസൊക്കെ ഉയർത്തി കൊണ്ടുവരിക. അതുപോലെ എക്സെയിൽ ചെയ്തിട്ട് ഡൗൺ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ കോർ മസിൽസ് എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും. അതുപോലെ അതായത് ടൈറ്റൻ ചെയ്ത് പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ബോഡി നമ്മൾ ചെയ്യുന്ന ഈ ഒരു കാര്യം അറിഞ്ഞ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. ഇൻഹെയിൽ ചെയ്തുകൊണ്ട് അപ്പ് ചെയ്യുക. അതുപോലെ എക്സെയിൽ ചെയ്തുകൊണ്ട് ഡൗൺ ചെയ്യുക. നമ്മൾ ഒത്തിരി നേരമൊന്നും ഇൻഹെയിൽ ചെയ്തിട്ട് നമ്മുടെ ബോഡി ഇങ്ങനെ ഉയർത്തിപ്പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരാളുടെ മാക്സിമം കപ്പാസിറ്റി എത്രയാണോ ഒരു എന്താ പറയുക 2-3 സെക്കൻഡ്സ് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് എക്സെയിൽ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബോഡി ഡൗൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന നമ്പേഴ്സ് ചെയ്തിട്ട് ഈ ഒരു യോഗാസനം വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അതുപോലെ ഓരോ യോഗാസനങ്ങളും കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാനും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്തത് നമ്മൾ മാർജാരാസനമാണ്. അതിന് ഷീറ്റിൽ ഇതുപോലെ ലൈക്ക് പൂച്ചയൊക്കെ നിൽക്കുന്ന പോലെ നിന്നതിന് ശേഷം എക്സൈൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബോഡി ഒന്ന് ഉയർത്തി ആർച്ച് പോലെയാക്കുക. ദെൻ അതിന് ശേഷം ഇൻഹൈൽ ചെയ്തുകൊണ്ട് ആ ഒരു ആർച്ച് പോലെ ആക്കി ആ ഒരു നട്ടെല്ലിനെ നിങ്ങളൊന്ന് റിലീസ് ചെയ്തിട്ട് വിടുക. ദെൻ എക്സെയിൽ ചെയ്യുക. അപ്പോൾ എക്സെയിൽ ചെയ്തിട്ട് ആർച്ച് പോലെ ആക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്പൈന് കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കാതിരിക്കുക. ഒന്ന് റിലാക്സ് ആക്കിയിട്ട് വേണം സ്പൈനെ ആർച്ച് പോലെ ആക്കേണ്ടത്. മാത്രമല്ല നമ്മൾ കൗ പോസിനേക്കാൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് കാറ്റ് പോസിനാണ് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഈ ഒരു ആസനം ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ കോർ മസിൽസ് ടൈറ്റൻ ചെയ്ത് പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എക്സൈൽ ചെയ്തുകൊണ്ട് ആർച്ച് പൊസിഷനിൽ വരിക. ഇൻഹൈൽ ചെയ്തുകൊണ്ട് അത് റിലീസ് ചെയ്യുക. അപ്പോൾ അബ്ഡോമിനൽ സെപ്പറേഷന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 2 യോഗാസനങ്ങളാണ് മാർജാരാസനം, സേതുബന്ധാസനം. തീർച്ചയായിട്ടും നിങ്ങളിത് ഫോളോ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മന്ത്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.